പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട മഹാത്മാവ് ജഗദീഷ് ചന്ദ്ര ബസു. മോനെ തുളസിച്ചെടി ഉറങ്ങുകയല്ലേ, ഇല പറിക്കല്ലേ. ഭാരതീയ ഭവനങ്ങളിൽ നിത്യേന കേൾക്കുന്ന ഈ വാക്യം ജഗദീഷ് ബസുവെന്ന ശിശുവിൽ ജിജ്ഞാസ ഉണർത്തി. അമ്മേ, തുളസി ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നുണ്ടോ? ഈ ചെടികൾക്കെല്ലാം ജീവനുണ്ടോ? മകൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അമ്മയ്ക്ക് ഉത്തരമുണ്ടായില്ല. എന്നാൽ ചോദ്യത്തിന് അവൻ ഉത്തരം കണ്ടെത്തി. സസ്യങ്ങൾക്കും ജീവനുണ്ട്. ഭഗവാൻ ചന്ദ്രബസു ബംഗാളിലെ ഫരീദ്പൂർ ജില്ലയിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ, ഒരു താലൂക്ക് മജിസ്ട്രേറ്റ് ആയിരുന്നു. 1874 മലേറിയ പടർന്നു പിടിച്ച കാലത്ത് 1880 ഭീകര വരൾച്ചയുടെ കാലത്തും സ്വന്തം പൈസ ചിലവാക്കി ജനങ്ങൾക്ക് രക്ഷകനായ ആളായിരുന്നു അദ്ദേഹം. 1858 നവംബർ 30 അദ്ദേഹത്തിൻ്റെ മകനായി ജഗദീഷ് ചന്ദ്ര ബസു ജനിച്ചു. വരൾച്ചക്കാലത്ത് ഭഗവാൻ ബസു അനാഥ കുട്ടികൾക്കായി ഒരു ഫാക്ടറി തുറന്നു. തൻ്റെ മകൻ മാതൃഭാഷ പഠിക്കണമെന്നും ഒരു അധികാരിയുടെ മകനായിട്ടല്ല വളർന്നു വരേണ്ടതെന്നും കണക്കാക്കി ഭഗവാൻ ചന്ദ്രബസു ഒരു ബംഗാളി പ്രാഥമിക വിദ്യാലയവും ആരംഭിച്ചു. എൻ്റെ വശത്ത് ഒരു മത്സ്യത്തൊഴിലാളി ബാലനും മറുവശത്ത് വീട്ടുവേലക്കാരൻ്റെ മകനുമായിരുന്നു സഹപാഠികൾ എന്നാണ് വിദ്യാലയത്തെപ്പറ്റി ബസു പിന്നീട് അനുസ്മരിച്ചത്. പാടത്തെ ചെളിയിലും നദിയിലും ജലത്തിലും കളിച്ച് മകൻ വളരട്ടെ, അവൻ മനുഷ്യരെയും പ്രകൃതിയെയും സ്നേഹിക്കട്ടെ എന്ന് കരുതി ആ അച്ഛൻ അവനെ തുറന്നുവിട്ടു. അമ്മ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ അവനെ പഠിപ്പിച്ചു. കർണനായിരുന്നു ജഗദീശൻ്റെ ആരാധനാമൂർത്തി. പിൽക്കാലത്ത് അദ്ദേഹം അത്തരം വ്യക്തിത്വം തന്നെയാണ് പ്രദർശിപ്പിച്ചത്. 1880 BA ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇംഗ്ലണ്ടിൽ പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അച്ഛൻ്റെ കയ്യിൽ പൈസയില്ല. അമ്മ മതം കാരണം മകൻ കടലിനപ്പുറം പോകുന്നതിന് എതിരും. എന്നാൽ ഭാഗ്യത്തിന് അമ്മ അനുവാദം നൽകി. അച്ഛൻ പൈസയും ഏർപ്പാടാക്കി. അങ്ങനെ ഇംഗ്ലണ്ടിൽ പഠനത്തിന് പോവാനായി. ആദ്യം ചേർന്നത് വൈദ്യശാസ്ത്ര പഠനത്തിനായിരുന്നു. എന്നാൽ അനാരോഗ്യം മൂലം അത് വിടേണ്ടി വന്നു. പിന്നീട് ഭൗതികശാസ്ത്രമായി പഠന വിഷയം അക്കാലത്തെ പ്രസിദ്ധരായിരുന്ന പോൾ ഡാർവിൻ, റെയ്ച്ചെ എന്നിവർ പഠിപ്പിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. BSc പാസ്സായതിനോടൊപ്പം MAയും എടുത്തു. തിരിച്ചു വന്ന് കൽക്കട്ടയിൽ അധ്യാപകനായി. എന്നാൽ ഇംഗ്ലീഷുകാരനായ അധ്യാപകന്മാർക്കുള്ളതിൽ പകുതി വേതനമേ അന്ന് ഭാരതീയരായ അധ്യാപകന്മാർക്ക് നൽകിയുള്ളൂ. 3 വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്തു. അങ്ങനെ പ്രതിഷേധിച്ചു. അവസാനം അധികാരികൾ തോറ്റു മുട്ടുമടക്കി. പൂർണ്ണവേതനം നൽകി തുടങ്ങി. ഉന്നത സംസ്കാരമുണ്ടായിരുന്ന ജഗദീഷ് ബസു വളരെ പെട്ടെന്ന് നല്ലൊരു അധ്യാപകനെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രസിദ്ധി നേടി. മേഘനാഥ സാഹ, മഹാലാനോബിസ് സാമ്പത്തിക വിദഗ്ധൻ, ശിശിരകുമാർ മിത്ര എന്നീ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആയിരുന്നു. ഗവേഷണ കേന്ദ്രം പോയിട്ട് ഒരു പരീക്ഷണശാല പോലും തുടങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി ജഗദീഷ് ബസുവിനില്ലായിരുന്നു. എന്നിട്ടും തൻ്റെ വേതനം മുഴുവൻ ഇറക്കി അദ്ദേഹം ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങി. ഉപകരണങ്ങളില്ലാത്തതിനാൽ അവ സ്വയം രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കി. അങ്ങനെ ഭാരതത്തിന് സ്വന്തമായി ആദ്യത്തെ ഗവേഷണശാല പിറന്നു. വളരെ പരിമിത വിഭവങ്ങൾ വെച്ച് അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ആദ്യം റേഡിയോ തരംഗങ്ങളിലാണ് ഗവേഷണം നടത്തിയത്. റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുവാനും അവ ചുമരുകൾ, മതിലുകൾ എന്നിവയുടെ തടസ്സം കൂടാതെ മറ്റൊരിടത്ത് സ്വീകരിക്കുവാനുള്ള സംവിധാനം അദ്ദേഹം കണ്ടുപിടിച്ചു. തൻ്റെ ഒരു വിദേശയാത്രയിൽ താൻ എഴുതിയ ലേഖനം ഉപയോഗിച്ച് ഇതേ കണ്ടുപിടുത്തം സ്വതന്ത്രമായി നടത്തി എന്നവകാശപ്പെട്ട് ബ്രിട്ടീഷ് ടെലഗ്രാഫ് കമ്പനിക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന ഇറ്റലിക്കാരനായ മാർക്കോണി അദ്ദേഹം കണ്ടു. എന്നാൽ ഋഷീശ്വരന്മാരെ പോലെ ശാസ്ത്രീയ ഗവേഷണം
മാനവരാശിയുടെ മുഴുവൻ സമ്പത്താണെന്ന് വിശ്വസിച്ച അദ്ദേഹം നിയമ നടപടിക്കോ പാറ്റന്റ് എടുക്കുവാനോ മുതിർന്നില്ല. അന്നത്തെ പത്രവാർത്തകളിൽ ഈ കണ്ടുപിടുത്തത്തെപ്പറ്റി വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ നിരവധി കണ്ടുപിടുത്തങ്ങളുമായി അദ്ദേഹം 1896 വിദേശ പര്യടനം നടത്തി. റോയൽ സൊസൈറ്റിയിൽ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ അദ്ദേഹം അവ അവതരിപ്പിച്ചു. റേഡിയോ തരംഗങ്ങൾ 50 തരംഗ ദൈർഘ്യമുള്ളവ മാത്രമായിരുന്നു ലോകം അതുവരെ അറിഞ്ഞത്. എന്നാൽ 5 കിലോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള റേഡിയോ വേവ് തരംഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. മൈക്രോവേവ് സങ്കല്പവും അവയുടെ ഗവേഷണവും വ്യാപകമായ ഉപയോഗവുമെല്ലാം ലോകം പിന്നീട് കാണുന്നത് 55 വർഷങ്ങൾക്ക് ശേഷമാണ്. 1960 ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ തൻ്റെ സമയത്തേക്കാൾ അദ്ദേഹം 60 വർഷം മുമ്പായിരുന്നു നടന്നിരുന്നത്. 1894 അദ്ദേഹം വിദൂര നിയന്ത്രണ സംവിധാനം വഴി മണിയടിക്കുന്നതും വെടിമരുന്ന് സ്ഫോടനവും നടത്തി. കുട പോലുള്ള ആന്റിന അദ്ദേഹം കണ്ടുപിടിച്ചു. ഇന്ന് വിവരവിനിമയ വ്യവസായത്തിൽ ഇവ വ്യാപകമാണ്. 2 അർദ്ധചാലകങ്ങൾ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെപ്പറ്റി അദ്ദേഹം പാരീസിൽ സംസാരിച്ചു. ആദ്യ സെമി കണ്ടക്ടർ ജംഗ്ഷൻ അദ്ദേഹം വികസിപ്പിച്ചു. ഇവയിൽ ഏതെങ്കിലും ഒന്ന് പാറ്റന്റ് എടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഗവേഷണ കേന്ദ്രത്തിലേക്ക് കോടികൾ ഒഴുകിയെത്തിയേനെ. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ജ്ഞാനത്തിൻ്റെ മാതൃകയിൽ മാനവരാശിക്ക് അവകാശപ്പെട്ടത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തിന് അദ്ദേഹം ശ്രമിച്ചില്ല. റോയൽ സൊസൈറ്റിയിൽ തൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതോടെ അദ്ദേഹം വിശ്വപ്രസിദ്ധനായി തീർന്നു. അദ്ദേഹത്തെ സാമ്പത്തികമായി പിന്താങ്ങാൻ ബ്രിട്ടീഷ് ഭരണകൂടം മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ മുഴുവൻ ചിലവും അവർ വഹിച്ചു. 1896 കാംബ്രിഡ്ജിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. വൈദ്യുത കാന്തിക തരംഗങ്ങളെ പറ്റിയുള്ള ഗവേഷണ പ്രബന്ധത്തിനായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്. ജഗദീഷ് ചന്ദ്രബസുവിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്നതാണ്. അതുവരെ വെറും രാസപ്രക്രിയകൾ മൂലം സാധ്യമാകുന്നത് എന്ന് കരുതിയിരുന്ന ചെടികളുടെ മുളപൊട്ടലും വെളിച്ചത്തിലേക്കുള്ള ചായലും വെയിലത്ത് വാടലും മഴയത്ത് ഉഷാറാകലുമെല്ലാം ചിന്തിച്ച് ചെയ്യുന്ന ക്രിയകളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മനുഷ്യരിലും സസ്യങ്ങളിലും വേദന എന്നത് വെറും രാസക്രിയയുടെ ഫലമല്ല, വൈദ്യുത പ്രവാഹമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മുറിക്കുമ്പോഴും വിഷം ഉള്ളിൽ ചെല്ലുമ്പോഴും ഒരേ രീതിയിലാണ് മൃഗങ്ങളും സസ്യങ്ങളും പ്രതികരിക്കുന്നത് എന്നും തെളിയിക്കാൻ സസ്യങ്ങളുടെ പ്രതികരണങ്ങൾ വളരെ സൂക്ഷ്മമായി പോലും ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തുന്ന ക്രൈസ്കോഗ്രാഫ് ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തു. 100-ലധികം വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ ഉപകരണം ലോകത്തെ അതിശയിപ്പിക്കുന്നു. ക്രൈസ്കോഗ്രാഫ് ഉപയോഗിച്ചു തന്നെ നാഗം മുതലായ ധാതുക്കളിലും വികാരങ്ങളുണ്ട് എന്നും രാസപ്രക്രിയയിൽ എന്നു മാത്രം കരുതുന്ന പലതും വികാരപ്രകടനങ്ങളാണെന്നും അദ്ദേഹം കാണിച്ചു. ലോഹങ്ങളിലും ലോഹക്കൂട്ടുകളിലും ക്ഷീണം ഉണ്ടാകുമെന്നും തെളിയിക്കാൻ അദ്ദേഹത്തിനായി. ആസിഡ് ആക്രമണം മൂലം ഈയം ദ്രവിക്കില്ല, മരിക്കുകയാണെന്നും അദ്ദേഹം തെളിയിച്ചു. 1915 ജോലിയിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിന് ബംഗാൾ ഗവൺമെൻറ് വീണ്ടും പ്രത്യേക നിയമനം നൽകി മാസം 1500 രൂപ ശമ്പളം അനുവദിച്ചു. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. തൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ വർണ്ണപരിമൂലം പ്രസിദ്ധീകരിക്കുവാൻ മടിച്ച യൂറോപ്യൻ അമേരിക്കൻ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾക്കുള്ള മറുപടിയും കൂടിയിട്ടാണ് സ്വന്തം ചിലവിൽ അദ്ദേഹം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. CIE, CSI, നൈസ് ഹുഡ് എന്നിങ്ങനെ അക്കാലത്തെ പല ബഹുമതികളും അദ്ദേഹം നേടി. കാംബ്രിഡ്ജ് പ്രൊഫസർ പദവി, വിയന്ന അക്കാദമി ഓഫ് സയൻസിലെ വിദേശ സെക്രട്ടറി, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അധ്യക്ഷൻ, റോയൽ സൊസൈറ്റി ഫെലോ മുതലായ പദവികളും ബഹുമതികളും അദ്ദേഹം നേടി. പുരാവസ്തു ഗവേഷണം, വാസ്തുകല, കവിത എന്നീ മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചു. ഒരു ശാസ്ത്ര അപസർപ്പ കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബംഗാളി സാഹിത്യ സഭയുടെ അധ്യക്ഷനായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മമിത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ബസു താമസിക്കുന്ന കാലത്താണ് കവീന്ദ്രൻ കാബൂളിവാല എഴുതിയത്.
പ്രഫുൽ ചന്ദ്ര റേ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജി, വിവേകാനന്ദൻ, ഭഗിനി നിവേദിത എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക എന്നിവിടങ്ങളിൽ പോയ സമയത്ത് ഭഗിനി നിവേദിത ബസുവിനെ സഹായിച്ചിരുന്നു. വസ്തുകലാശേഖരം, കുതിരസവാരി എന്നിവയും അദ്ദേഹത്തിന് പ്രിയമായിരുന്നു. കൽക്കത്തയിലെ ഗവേഷണ കേന്ദ്രം കൂടാതെ ബോട്ടാണിക്കൽ ഗാർഡനും ജഗദീഷ് ബസുവിൻ്റെ പേരിലാണുള്ളത്. 1937 നവംബർ 23 ആ മഹാനായ ശാസ്ത്രജ്ഞൻ ശരീരം വിട്ട് സ്വർഗത്തെ പ്രാപിച്ചു. ആ മഹാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.